ചില പ്രദേശങ്ങളിൽ നിലനിന്ന പ്രത്യേകിച്ചും നഗരമേഖലയിലുണ്ടായ സംഘടനാ ദൗർബല്യം ഈ തിരിച്ചടിക്ക് ഇടയാവുകയും ചെയ്തു. പ്രാദേശിക തലത്തിൽ പ്രവർത്തനങ്ങളിലുണ്ടായ ചില വീഴ്ചകളും അതത് മേഖലയിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് തടസ്സമായി നിൽക്കുന്ന നിലയുണ്ടായി. ശബരിമല പോലുള്ള പ്രശ്നങ്ങളിൽ UDFും BJPയും ശക്തിയായ കള്ളപ്രചാരവേല നടത്തിയിരുന്നു. ഇതുപയോഗിച്ച് വോട്ട് നേടാനുള്ള പരിശ്രമം അവർ നടത്തുകയുണ്ടായി. എന്നാൽ ആ പരിശ്രമം അവർ ഉദ്ദേശിച്ചതുപോലെ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുന്നതല്ല. കണക്കുകൾ കാണിക്കുന്നത് അതാണ്. ശബരിമല ഉൾക്കൊള്ളുന്ന വാർഡും അത് നിലകൊള്ളുന്ന പെരുനാട് ഗ്രാമപഞ്ചായത്തും LDF ആണ് ജയിച്ചത്. ശബരിമല വിശ്വാസികളുടെ കേന്ദ്രമായി നിലകൊള്ളുന്ന പന്തളം മുനിസിപ്പാലിറ്റി അത് BJP ഭരിക്കുകയായിരുന്നു കഴിഞ്ഞ 5 വർഷം. BJPയിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പന്തളം മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കുകയുണ്ടായി. മാധ്യമങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരുന്ന തെറ്റായ പരാമർശങ്ങൾ, പ്രചാരവേലകൾ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയത്തിന് വലിയ രീതിയിൽ പ്രചരണം നൽകിയിട്ടുള്ള ഈ മാധ്യമ ശൃംഖലകളുടെ പ്രവർത്തനം ജനങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നിലപാടായി നിലകൊണ്ടു എന്നുള്ളത് ഞങ്ങൾ ആദ്യം തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. അത് ശരിയുമായിരുന്നു. പണക്കൊഴുപ്പിൻ്റെ വലിയ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ BJPയും UDFും ഉപയോഗിച്ചിട്ടുണ്ട്. കാശ് കൊടുത്ത് വോട്ട് വാങ്ങുക എന്ന സമീപനം കേരളത്തിൽ ഒരു പുതിയ രീതിയായി ഇപ്പോഴ് കണ്ടുവരികയാണ്. ഈ തെരഞ്ഞെടുപ്പിലും അത് ദൃശ്യമായിരുന്നു എന്നുള്ളതാണ് പറയാൻ സാധിക്കുക. വമ്പിച്ച പണക്കൊഴുപ്പും മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിയുള്ള കള്ളപ്രചരണവും നടത്തി BJP കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വാർഡുകളിൽ മത്സരിച്ചിരുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവർക്ക് 15.56% വോട്ട് ലഭിച്ചിരുന്നു. അതിനേക്കാൾ കൂടുതൽ സീറ്റിൽ മത്സരിച്ച ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ 16.06% വോട്ടാണ് ലഭിച്ചത്. നേരിയ വർധനവാണ്. എന്നാൽ ഞങ്ങൾ 25% വോട്ടും 25% സീറ്റും കരസ്ഥമാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അമിത്ഷാ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ജനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് തൃശ്ശൂരിൽ അവരുടെ പ്രവർത്തക സമ്മേളനത്തിൽ അവകാശവാദം ഉന്നയിച്ചത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 19.40% വോട്ട് BJPക്ക് ലഭിക്കാൻ സാധിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ആ വോട്ട് ഇപ്പോഴും കുറഞ്ഞ് 16.06% കുറഞ്ഞു നിൽക്കുന്ന നിലയാണ് ഉണ്ടായത്. മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തിലും മിക്കവാറും അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പാലക്കാടാണ് അവർ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം. പാലക്കാട് കേവല ഭൂരിപക്ഷം അവർക്ക് ലഭിച്ചില്ല. യഥാർത്ഥത്തിൽ BJPയെ പ്രതിരോധിക്കുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BJP കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ച പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പിടിച്ചെടുത്തത് LDF ആണ്. പന്തളം നഗരസഭ BJPയിൽ നിന്നും LDF പിടിച്ചു. കോട്ടയം ജില്ലയിലെ മുത്തോലി പഞ്ചായത്ത്, കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ, പത്തനംതിട്ടയിലെ കുളനട, ചെറുകോൽ തുടങ്ങിയ പഞ്ചായത്തുകളും
ബി ജെ പിയിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിടിച്ചെടുത്ത പഞ്ചായത്തുകളാണ്. ബി ജെ പി ഏറ്റവും ശ്രദ്ധേയമായി ബി ജെ പിയും ഇടതുപക്ഷ ജനാധിപത്യവും നേരിട്ട് മത്സരിക്കുകയും നേരിയ മുൻതൂക്കത്തിന് ഭരിക്കുകയും ചെയ്യുന്നതാണ് കൊടുങ്ങല്ലൂർ. ഞങ്ങളെ സംബന്ധിച്ച് ആ മുനിസിപ്പാലിറ്റി വലിയ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ കഴിഞ്ഞു. ബി ജെ പി നല്ലപോലെ പിന്നോക്കം പോയി.